ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ നമ്മുടെ ഹെന്ന ചെയ്തു, നീലയമരി ചെയ്തു, പിന്നെ അത് കൂടാതെ നമ്മൾ ആൻറ്റിസെപ്റ്റിക് ഒക്കെ തേച്ച് കൊടുത്തു. അപ്പോൾ എല്ലാം ഏകദേശം നമ്മുടെ ഒരു ബേസ് ട്രീറ്റ്മെൻറ്റ് എല്ലാത്തിൻ്റെയും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മുടിക്ക് വേണ്ടിയിട്ടുള്ള ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനും അതുപോലെ തന്നെ ഡാൻഡ്രഫ് വരാതിരിക്കാനുള്ള സാധനങ്ങളൊക്കെയാണ് ഇനി നമ്മൾ ഓരോ ദിവസവും ചെയ്യാൻ പോകുന്നത്. ഓരോ ദിവസം തുടർച്ചയായിട്ട് ചെയ്യുന്നില്ല, കാരണം ഇടവിട്ട് ഒരു ഗ്യാപ്പ് നമ്മുടെ മുടിക്ക് കൊടുത്താലാണ് നമ്മൾ നേരത്തെ ചെയ്ത സാധനങ്ങളുടെ ഫലങ്ങളൊക്കെ അറിയാനൊക്കെ ആയിട്ട് പറ്റുള്ളൂ. കാരണം കുറച്ച് ടൈം നമ്മൾ എന്തിനു വേണമെങ്കിലും കൊടുക്കണമല്ലോ. അല്ലാതെ വെറുതെ ഓരോന്നിങ്ങനെ കുത്തി വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അവർക്കും ഒരു ബുദ്ധിമുട്ടാണല്ലോ. കുറച്ച് വളരാനൊക്കെ ഉള്ളൊരു സാഹചര്യം അവർക്ക് ഉണ്ടാക്കി കൊടുക്കണമല്ലോ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഇടവിട്ടുള്ള ദിവസങ്ങളിലായിരിക്കും ഓരോന്ന് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് റോസ്മേരി കൊണ്ടുള്ള ട്രീറ്റ്മെൻ്റ് ആണ്. റോസ്മേരിയുടെ വാട്ടർ സ്പ്രേ ചെയ്യാനുള്ള ഒരു വാട്ടറാണ് നമ്മൾ ആദ്യമേ തന്നെ ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൂടാതെ നമ്മൾ റോസ്മേരി വാട്ടർ തിളപ്പിച്ച് സൂക്ഷിച്ച് വയ്ക്കുകയാണെങ്കിൽ നമ്മളൊരു മാസ്ക് ഉണ്ടാക്കുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇപ്പോൾ ഹിബിസ്കസിൻ്റെ മാസ്കോ അല്ലെങ്കിൽ നമ്മൾ ഷാമ്പു യൂസ് ചെയ്യുന്ന സമയത്താണെങ്കിലും ഈ റോസ്മേരി വാട്ടറും കൂടെ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ റോസ്മേരി ഇപ്പോൾ എല്ലാവരും പറഞ്ഞ് അതിൻ്റെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. റോസ്മേരി നമ്മൾ എപ്പോഴും കേൾക്കണതാണല്ലോ. ഹെയർ കെയർ എടുത്താൽ തന്നെ അവിടെ റോസ്മേരി ഉണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ്. റോസ്മേരി വളരെ നല്ലൊരു പ്ലാന്റ് ആയിട്ടാണ് എല്ലാവരും പറയുന്നത് മാത്രമല്ല അത് സയൻറ്റിഫിക്കലി പ്രൂവണും കൂടിയാണ്. ഹെയർ കെയറിന് വളരെ നല്ലൊരു, അതായത് ഹെയർ കെയർ പ്രൊമോട്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ സയൻറ്റിഫിക്കലി തെളിയിച്ച ഒരു പ്ലാന്റും കൂടിയാണ് ആക്ച്വലി റോസ്മേരി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് റോസ്മേരിനെ വിശ്വസിച്ച് നമ്മുടെ മുടിയിൽ പുരട്ടാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ റോസ്മേരി വെച്ചിട്ട് തന്നെ നമ്മുടെ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഓരോന്ന് ചെയ്യാൻ നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് റോസ്മേരി വാട്ടറാണ്. അപ്പോൾ ഞാൻ നമ്മുടെ റോസ്മേരി വാട്ടർ ഉണ്ടാക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെള്ളം എന്ന് പറയുമ്പോൾ നമ്മളൊരു സ്പ്രേ ബോട്ടിലേക്കാണല്ലോ എന്തായാലും ഇത് മാറ്റാൻ പോകുന്നത്. സോ ആ സ്പ്രേ ബോട്ടിലിൽ 2 തവണ സ്പ്രേ ബോട്ടിലിൽ വെള്ളം നിറച്ചിട്ട് ഒഴിക്കുകയാണ് ചെയ്തത്. നിങ്ങളാണെങ്കിൽ 2 കപ്പ് വെള്ളം എടുത്താലും മതി. ഞാൻ ഇതിനകത്തേക്ക് റോസ്മേരി ഇടുന്നുണ്ട്. റോസ്മേരി ലീവ്സാണ്, ഡ്രൈഡ് ലീവ്സാണ് വാങ്ങിക്കാൻ കിട്ടുന്നത്. ഈ സ്പൂണിൽ 2 സ്പൂൺ റോസ്മേരി ലീവ്സാണ് ഞാൻ ഇടുന്നത്. തിളച്ച് വന്നേക്കാൻ മുന്നേ തന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം ഒന്ന് ഡ്രൈഡ് ആണല്ലോ, അതുകൊണ്ട് തന്നെ ഒന്ന് സോക്കാകുന്ന രീതിയിൽ നേരത്തെ തന്നെ ഇട്ട് കൊടുത്താണ്. സിമ്മിലിട്ടിട്ടാണ് ഇതിൻ്റെ എല്ലാ പരിപാടിയും നമ്മൾ ചെയ്യുന്നത്. തിളച്ച് കഴിഞ്ഞിട്ട് ഒന്ന് സിമ്മിലിട്ടാലും മതി. ഞാൻ ഇങ്ങനെ എല്ലാ സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കാനുള്ളതുകൊണ്ട് തന്നെ സിമ്മിലിട്ടിട്ടാണ് ചെയ്തതേ ഉള്ളൂ. തിളച്ച് കഴിഞ്ഞിട്ട് അപ്പം തന്നെ സിമ്മിലേക്ക് മാറ്റുകയും വേണം. ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ കുറച്ച് ഉലുവയും ഒരു 2-3 ഉണ്ട ഉലുവയാണ് ഇടുന്നത്. അതുപോലെ തന്നെ 3 ഗ്രാമ്പും കൂടെ ഇടുന്നുണ്ട്. ഇത്രയും വെച്ചിട്ട് നമ്മളത് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. തിളപ്പിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ 2 കപ്പ് വെള്ളമാണ് വെച്ചേക്കണമെങ്കിൽ അത് 1 കപ്പ് വെള്ളമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. സോ അത്ര നേരം വരെ ഇത് തിളപ്പിക്കുക. ഏകദേശം 10 മിനിറ്റ് നേരത്തോളമാണ് ഞാൻ ഇതിട്ട് തിളപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ അത് പാതിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ടൈമിൽ നമ്മളൊരു 3 മിൻറ്റ് ലീവ്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്, പുതിനയില. അതിനുശേഷം ഗ്യാസ് ഓഫ് ചെയ്യുകയാണ്. മിൻറ്റ് ലീവ്സ് അധികം അങ്ങ് തിളപ്പിക്കേണ്ട ആവശ്യമില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ ടൈമിൽ ആഡ് ചെയ്തത്. ഇനി ജസ്റ്റ് ഒന്ന് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെച്ചിട്ട് ചൂടാറുമ്പോൾ നമുക്ക് അരിച്ച് പാത്രത്തിലേക്ക് ആക്കി വയ്ക്കാം. സോ അപ്പം നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട്. അരിച്ചെടുത്തിട്ട് നമുക്ക് ഇതുപോലൊരു കുപ്പിയിലേക്ക് മാറ്റാം. ഒരു സ്പ്രേ ബോട്ടിലേക്കാണ് ഞാൻ മാറ്റുന്നത്. ചൂടാറിയതിന് ശേഷമാണ് ഞാനിത് ഒഴിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്പ്രേ ബോട്ടിലേക്ക് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തലയോട്ടിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. രാത്രി വയ്ക്കാൻ പറ്റുന്നവരാണെങ്കിൽ ഇത് രാത്രി വച്ചിട്ട് കിടന്നാൽ മതി. അല്ലാത്തവർ ഒരു 2-3 മണിക്കൂർ വച്ചതിന് ശേഷം കഴുകിക്കളയാവുന്നതാണ്. കഴുകിക്കളയാൻ ഷാമ്പും കണ്ടീഷണറൊന്നും യൂസ് ചെയ്യണമെന്നില്ല. പക്ഷേ നിങ്ങൾക്ക് തലയിൽ എന്തെങ്കിലും ഇരിക്കുന്ന പോലെ തോന്നുകയാണെങ്കിൽ ഷാമ്പും കണ്ടീഷണർ യൂസ് ചെയ്തിട്ട് കഴുകിക്കളയാം. ഇത് ഇടവിട്ട ദിവസങ്ങളിൽ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു 2-3 ടൈംസ് ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അതിൽ കൂടുതൽ തവണ ഈ റോസ്മേരി വാട്ടർ നേരിട്ട് സ്പ്രേ ചെയ്യാൻ ഞാൻ പറയില്ല. പക്ഷെ നമ്മളിപ്പോൾ ഹെയർ മാസ്ക് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഈ റോസ്മേരി വാട്ടർ കുറച്ച് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കുഴപ്പമില്ല. പക്ഷെ അല്ലാതെ നമ്മൾ ഡയറക്റ്റ്ലി ഇപ്പോൾ നമ്മൾ സ്പ്രേ ചെയ്യുന്ന പോലെ ചെയ്യാനാണെങ്കിൽ ഭയങ്കര ഡ്രൈ സ്കാൽപ്പ് ഉള്ളവരൊന്നും തന്നെ അതധികം ചെയ്യരുതെന്നാണ് പറയുക. കാരണം ഡ്രൈനെസ് കൂടാൻ സാധ്യതയുണ്ട് റോസ്മേരി വാട്ടർ യൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് നോക്കി കണ്ട് വേണം ചെയ്യാനായിട്ട്. അല്ലാത്തവർ ഇടവിട്ടുള്ള ദിവസങ്ങളിൽ യൂസ് ചെയ്തതെന്ന് വെച്ചാൽ കുഴപ്പമില്ല. ഇപ്പോൾ എൻ്റെ അത്ര ഡ്രൈ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഇടവിട്ടുള്ള ദിവസങ്ങളിലാണ് യൂസ് ചെയ്യാറ്. ഡ്രൈ സ്കാൽപ്പ് ഉള്ളവർ 2-3 ടൈംസ് എ വീക്ക് എന്നുള്ള രീതിയിൽ വേണം യൂസ് ചെയ്യാനായിട്ട്. അപ്പം ബൈ ബൈ.